രാജഗിരിയിലെ കർഷകർ കാട്ടാനകളുടെ ഭീതിയിലാണ്. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കഴിഞ്ഞ 2-3 മാസമായി കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന രാജഗിരിയിലെ കർഷകരാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ ഇടവരമ്പ്, കോഴിച്ചാൽ, രാജഗിരി, കാനംവയൽ തുടങ്ങിയ സ്ഥലങ്ങൾ സ്ഥിരമായി കാട്ടാന ശല്യം നേരിടുന്ന പ്രദേശങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ ചെറുപുഴ പഞ്ചായത്ത് സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഈ സോളാർ വേലികൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ആനകൾ വേലി തകർത്തിട്ടുമുണ്ട്. പൊതുവേലികൾക്ക് പുറമെ കർഷകർ മുൻകൈയെടുത്ത് അവരവരുടെ കൃഷിയിടത്തിൽ വേലികൾ തീർത്തിട്ടുമുണ്ട്. മീൻതുള്ളിയിലെ ദീപം പുരുഷ സ്വയം സഹായ സംഘം പാട്ടത്തിനെടുത്ത 5 ഏക്കർ കൃഷിയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇറങ്ങി വിളയാട്ടം നടത്തിയത്. സ്വയം സംഘത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജഗിരി പ്രദേശത്ത് വാഴകൃഷി നടത്തുന്നുണ്ട്. ഏകദേശം നമ്മളൊരു 5000-ഓളം വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 3.5 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ാം വർഷം ഞങ്ങൾ വാഴകൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായി താഴെ പ്രദേശങ്ങളിലെല്ലാം ആനയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ ഇവിടെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളിവിടെ ഏകദേശം ഒരു 1 ലക്ഷം രൂപ എടുത്ത് മുടക്കിയിട്ടാണ് ഞങ്ങളിവിടെ ഫെൻസിങ് സ്ഥാപിച്ചേക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങളുടെ അവിടെ വരികയും ഏകദേശം 50ഓളം കുലച്ച വാഴകൾ നശിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവണം. 5000-ഓളം വാഴകളിൽ 50ഓളം വാഴകൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു. ഒരേ ആന തന്നെയാണ് പല സമയങ്ങളിലും കൃഷിയിടത്തിൽ കടന്നു കയറുന്നതെന്നും ആന പകൽ സമയത്തും തൊട്ടടുത്ത് തന്നെയുണ്ടെന്നും സമീപവാസിയായ ജിജോ ജോയ് പറഞ്ഞു. ഈ നാട്ടുപ്രദേശം ആനശല്യം കൊണ്ട് ഒരു 3 മാസമായിട്ട് പൊറുതിമുട്ടുമാണ്. അതായത് ഇപ്പോൾ പോലും നിങ്ങൾക്ക് ആനയുടെ ചെല്ലുംവിളി അപ്പുറത്തുനിന്ന് കേൾക്കാം. ഇപ്പം ഞാൻ ആ പുഴയിൽ പോയപ്പം ആന അപ്പുറത്തുനിന്ന് ചീറ്റുന്നുണ്ട്. അതായത് എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് ആന അവിടുന്ന് ഇങ്ങോട്ട് കയറണ്ട എന്നുള്ളൊരു വാണിംഗ് തരുന്നുണ്ട്. ഇന്ന് രാത്രിയും, അതായത് കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇവിടെ വന്നിട്ട് ഒരു 3 വലിയ തെങ്ങുകൾ, 2 ചെറിയ തെങ്ങുകൾ, നിരവധി വാഴകൾ, കരിമ്പ്, അങ്ങനെയുള്ള ബാക്കിയുള്ള സകലമാന കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം പലപ്പോഴും സർക്കാരിൻ്റെ ഫെൻസ്, അതായത് പഞ്ചായത്തിട്ടേക്കുന്ന ഫെൻസ് പുഴയുടെ അക്കരയുണ്ട്. ആ ഫെൻസ് ആന ചവിട്ടിമറിച്ചു. അതുകൂടാതെ ഇവിടെ സാധാരണ കർഷകർ ഒരുപാട് പൈസ ലോണും ഒക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർ അവർ അവരുടേതായ രീതിയിൽ ചെറിയ പൈസ കൊണ്ട് അവരും ചെറിയ രീതിയിൽ ഫെൻസ് ഇട്ടിട്ടുണ്ട്. ആ ഫെൻസും ആന തല്ലി തകർത്തിട്ടാണ് ആന ഉള്ളിൽ കയറുന്നത്. ഈ സ്ഥലത്തിന് ഏതാണ്ട് 100 മീറ്റർ മാറിയിട്ടാണ് ഒരാളെ, ഒരു 21 വയസ്സുള്ള ഒരു പയ്യനെ ഒരു ദിവസം രാവിലെ അവൻ്റെ കൃഷിസ്ഥലത്തുനിന്ന് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പം ആന ചവിട്ടിക്കൊന്നത്. ഇപ്പം ഇവിടെ ഈ കിടന്ന് ഇവിടെ നമ്മളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആന എന്ന് പറയുന്നത് മുൺറോട്ടി കൊല്ലു എന്ന് പറയുന്ന ആനയാണ്. അതൊരു മോഴയാണ്. അത് ഇതുവരെ 3 പേരെ കൊന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ആവശ്യപ്പെടാനുള്ളത്, നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിന് എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കൃഷി ചെയ്യുന്നത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ റിസ്ക്കാണ്. അതായത് പലവിധ രോഗങ്ങളുടെ ആക്രമണമുണ്ട്, വിലയിടിവുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആനേനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടെ നമ്മളൊരു വലിയ പൈസ മുടക്കാമെന്ന് പറയുമ്പം നമുക്ക് ഇത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പം നമ്മുടെ ആവശ്യം വരികയാണെങ്കിൽ ഗവൺമെന്റ്, ബാക്കിയുള്ള അധികാരികൾ ഇതിൽ സ്വത്രമായിട്ട് ഇടപെട്ട് നമുക്ക് ഈ ആനശല്യത്തിൽ നിന്ന് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണം. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സോളാർ വേലികൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്ത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സോളാർ കമ്പിവേലികൾ മാത്രമാണ് കാട്ടാനയെ അകറ്റി നിർത്താൻ ഏക പോംവഴിയെന്നും നാശനഷ്ടം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച ചെറുപുഴ കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സുരേഷ് കുറ്റൂർ പറഞ്ഞു. നമ്മുടെ രാജഗിരിയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആന കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ദീപം പുരുഷ സഹായ സംഘം അവർ വളരെ 2-3 വർഷമായിട്ട് പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 4-5 ഏക്കർ പാട്ടത്തിന് എടുത്തിട്ട് സോളാർ ഫെൻസിങ് ഉൾപ്പെടെ ചെയ്ത കൃഷിയിടമാണിത്. ഏകദേശം 5000-ഓളം വാഴകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുപുഴ പഞ്ചായത്തിൽ ഇപ്പോൾ ഇടവരമ്പ്, അതുപോലെ തന്നെ കോഴിച്ചാൽ, ഈ രാജഗിരി, കാനംവയൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ആന ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഭാഗത്ത് കർണാടക ഫോറസ്റ്റാണ്. കർണാടക ഫോറസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ആന ഇറങ്ങുന്നത്. സോളാർ ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ആന ഒരു പരിധിവരെ അകന്ന് നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഫെൻസിങ് ഉള്ള ഭാഗങ്ങളിൽ കൂടിയിട്ട് ആന കയറുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരോ കർഷകരും അവരുടെ കൃഷിയിടങ്ങൾ സോളാർ വേലികൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ മാത്രമേ സുരക്ഷിതമുള്ളൂ എന്നുള്ളതാണ്. ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണങ്ങിയ കമ്പ്, ബുദ്ധിപരമായിട്ട് നീങ്ങുന്നതാണ് ആന എന്ന് പറയുന്ന ജീവി. ഉണങ്ങിയ കമ്പ് എടുത്തിട്ട്
ഈ സോളാർ ഫെൻസിങ് തകർത്തിട്ട് ഉള്ളിലേക്ക് കയറുന്ന അവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ കർഷകർ പറഞ്ഞത് ഒരു ഒറ്റ ആനയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനി വാഴ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആനുകൂല്യം കൊടുക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.